ഗൈസ്, ഇപ്പോൾ സമയം രാത്രി 9:55. നാളെ ഞാൻ ഹോസ്റ്റലിലോട്ട് പോവാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ പാക്കിംഗ് ഒക്കെ തുടങ്ങണം. ഫസ്റ്റ് തന്നെ ഞാൻ വയലിൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് ഇനി നമ്മളുടെ കാര്യപരിപാടിയിലോട്ട് കിടക്കാം. നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് തൊട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വരെ ഞാൻ അലക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ അലക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്നാണ് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിങ് ഒക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെ പാക്കിങ്ങിന് അധികമില്ല, കാരണം ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാഗിൽ സ്പേസ് ഉണ്ടാവണം. അത് കാരണം നമ്മൾ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല. പക്ഷേ നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോണ കാരണം മാത്രം നമ്മൾ ഇത്രയെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ആ ബാഗ് മാത്രം എടുത്ത് പോയേനെ. മെയിനായിട്ട് സൺസ്ക്രീന്, ഐലൈനർ, അങ്ങനത്തെ സംഭവങ്ങൾ, ലിപ്സ്റ്റിക്ക്, ഇതൊക്കെയാണ് എടുത്തത്. പിന്നെ എന്തിനോ വേണ്ടി ഞാനൊരു ഗ്ലോ ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു കുഞ്ഞി പൗച്ചിലാക്കി വെക്കുന്നുണ്ട്. സേഫ്റ്റി പിൻസ്, സ്ലൈഡ്സ്, ഇതൊക്കെ ഞാൻ ഈ പാൽക്കുപ്പി പോലത്തെ കുപ്പിയിലാണ് എപ്പോഴും കൊണ്ടു നടക്കുക. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ഈ കുഞ്ഞി സ്റ്റഡൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതും നമ്മളുടെ പൗച്ചിൽ വെച്ച്, പിന്നെ സ്ക്രഞ്ചീസ് എടുക്കണം. പിന്നെ ഒരു കോംബോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഇതിൽ കുത്തിക്കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഐ ഷാഡോ പാലറ്റ് എന്തുവരുന്നത് ഐബ്രോ പാലറ്റും കോംബും വേറെ ബാഗിലാണ് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വെക്കേറ്റ് ചെയ്യാണ്, അപ്പോൾ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അത് കാരണം നമ്മൾ ബാഗിൽ മാക്സിമം ഒന്നും കൊണ്ടുപോകാതെയാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് നമുക്ക് ഒരു എക്സാം ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് വെക്കണം. പിന്നെ ഡ്രസ്സ് അവിടെ ഉണ്ട് എനിക്ക്, അപ്പോൾ അതിൽ നിന്ന് എടുക്കാം. ഇവിടുന്ന് ഷോൾ മാത്രം, അതിക്ക് ഇടാനുള്ള ഷോൾ മാത്രമേ ഞാൻ ഇവിടുന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ 2 ബുക്സ് വെച്ചു, ഒരു പാനയും വെച്ചു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ബാഗ് പാക്കിംഗ് എന്ന് പറയാൻ. പിന്നെ മെയിനായിട്ട് പവർ ബാങ്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. പിന്നെ ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെയോ എണീച്ച് ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും മാത്രം ഇട്ടിട്ട് നമ്മൾ റെഡി ആയിരിക്കുന്നു. ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഞാൻ പോകാൻ വിചാരിച്ച ട്രെയിനിലല്ല ഞാൻ പോണത്, കാരണം ഞാൻ കിടന്നുറങ്ങി. എനിക്ക് പോകാൻ മടിയായിട്ട് ഞാൻ അങ്ങനെ തന്നെ കിടന്നു കുറേ നേരം. എന്നിട്ടിപ്പോൾ ഞാൻ വേറെ ട്രെയിനിലാണ് നമ്മൾ പോണത്. എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ നമ്മളുടെ ടിക്കറ്റ് എടുത്തു. ഞാൻ ജനശതാബ്ദിയിലാണ് കേട്ടോ പോണത്. ഈ ട്രെയിൻ എനിക്കിഷ്ടമാണ്, കാരണം ഇത് അധികം ഡിലേ വരത്തില്ല. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ കോഴിക്കോടേക്ക് ലാസ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോടാണ്. അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. പ്ലാറ്റ്ഫോം 2-ലാട്ടോ നമ്മളുടെ ട്രെയിൻ വരാം. അവിടെ നിന്നാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തി. പിന്നെ ഞാൻ രാവിലെ വെള്ളം മാത്രം കുടിച്ച കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സ്നാക്സ് കുറച്ച് ബിങ്കോ, സ്നിക്കേഴ്സ്, പിന്നെ ഒരു മറ്റേ മിൽക്ക് ഷേക്ക് ഇല്ലേ സ്ട്രോബെറിയുടെ, അതും വാങ്ങി. ഞാൻ ഒറ്റയ്ക്കുള്ള കാരണം എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. ഞാൻ ഇങ്ങനെ കുറേ നേരം വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഷോർട്ട് ഇട്ടുണ്ട്. ഒന്നും കഴിക്കാത്ത കാരണം ഭയങ്കര ഞാനിപ്പോൾ വോമിറ്റ് ചെയ്യുന്നുള്ളതിലെത്തിയപ്പോൾ ഞാനൊരു സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളെ ട്രെയിൻ വന്നു, അതിൽ കയറി. അപ്പോഴാണ് എൻ്റെ സീറ്റ് വന്നിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. വിൻഡോ സൈഡും ആയിരുന്നില്ല, ഒരുമാതിരി മറ്റേ ഡോറിൻ്റെ സൈഡിലായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഒരുപാട് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നല്ലൊരു സീറ്റ് കിട്ടി, സൈഡ് സീറ്റ് കിട്ടി. പക്ഷേ ഒരു പ്രശ്നം കൂടി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നതാണ്. കാരണം നമ്മൾ ബാക്കിലോട്ട് പോവില്ലേ, അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര ഒറ്റയ്ക്കായിട്ടുള്ള കാര്യങ്ങളും ഒറ്റയ്ക്കിരിക്കണതും ഓരോ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണതൊക്കെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അത്ര ബോറടി ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ നമ്മൾ വാങ്ങിയ ബിങ്കോ അത് കഴിച്ചു. പിന്നെ നമ്മളുടെ ഷെയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, അതും കുടിച്ചു. പക്ഷേ ആ ഷെയ്ക്കിന് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ കോൾഡ് കോഫിയാണ് അതിൻ്റെ മേടിക്കാറ്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്ട്രോബെറി ഫ്ലേവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മേടിക്കേണ്ടി വന്നു. അതിനൊരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു വെറ്റിലയുടെ ടേസ്റ്റ്, അങ്ങനത്തെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തുള്ള 2 സീറ്റും കാലിയായിരുന്നേ. അത് കാരണം 3 സീറ്റിൽ ഞാൻ സ്ലീപ്പർ പോലെ സുഖമായിട്ട് ഞാൻ നല്ല ഉറങ്ങി.
അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്താറായപ്പോൾ എഴുന്നേറ്റ് മുടിയൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സെറ്റായിട്ട് ഇരുന്നു. പിന്നെ ഒരു കാര്യം, എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടാവുമെന്ന്, ഇത് വല്ല യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ട്രാവൽ ചെയ്യണതും എല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വീഡിയോസ് കണ്ട് ഞാൻ അതുപോലെ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രം. ദെൻ നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് എത്തി. ഇവിടെ നമുക്ക് ഇറങ്ങണം. പിന്നെ ഇറങ്ങാൻ പോയ നേരത്തെ ഞാൻ ചെറുതായി ഒന്ന് വീഴാൻ പോയി. ഭാഗ്യത്തിന് ആരും കണ്ടില്ല, ഒരു ചേട്ടൻ കണ്ട്, പക്ഷേ സീനില്ല, ഞാൻ രക്ഷപ്പെട്ടു. അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, ആകെ കുറച്ച് പേരും. പിന്നെ ബാക്കി എല്ലാവരും നമ്മളുടെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എൻട്രൻസിലോട്ട് പോവാണ്, പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തെത്തിയതിനു ശേഷം ഞാൻ നടന്നു റോഡൊക്കെ ക്രോസ് ചെയ്ത് മിഠായി തെരുവില്ലേ ആ ഭാഗത്തേക്ക് പോയി. പോണ വഴിയിൽ എൻ്റെ മനം മയക്കുന്ന ഒരു സാധനം എനിക്ക് കണ്ടു കിട്ടി. ഇപ്പം അടുത്തൊന്നും മേടിക്കരുതെന്ന് വിചാരിച്ചതാണ്. കാരണം ഈ വർഷം തന്നെ ഞാൻ എത്രാമത്തെയാണ് വാങ്ങണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബോട്ടിൽ കണ്ടാൽ എനിക്ക് ഭ്രാന്താണ് ഗൈസ്. ഭയങ്കര കളർഫുള്ളായിട്ട് എല്ലാം കൂടെ ഇരിക്കണത് കാണുമ്പോൾ എങ്ങനെ മേടിക്കാതെ വരും. പിന്നെ കൂടെ സ്റ്റിക്കറും ഉണ്ട്, അത് കാരണം എന്തായാലും ഞാൻ വാങ്ങി. ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി 2 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്ററൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കും, ശരിക്കും കുടിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തണം, ഇപ്പുറത്തേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോപ്പ് കാണിച്ചുതരാം. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും സാൻഡ്വിച്ച് കഴിക്കുക. എനിക്ക് ഇവിടുത്തെ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് എനിക്കൊരു മൂഡ് വരുന്നില്ല. അങ്ങനെ ഞാൻ ഇത് മാനാഞ്ചിറ എന്നു തോന്നുന്നു ഈ സ്ഥലത്തിന് പറയാം. അടുത്ത ബസ് സ്റ്റോപ്പ് അവിടേക്ക് ബസ് വരും. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എനിക്ക് താമരശ്ശേരിക്ക് അല്ലെങ്കിൽ മുക്കത്തേക്ക് ബസ് കിട്ടും. അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് പിന്നെ അവിടുന്ന് കൂടത്തായിക്ക് കയറിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ അല്ലെങ്കിൽ ബസ് പിടിച്ച് കോഴിക്കോട് സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് വീണ്ടും താമരശ്ശേരിക്ക് ബസ് കയറി പിന്നെ അവിടെ നിന്ന് കൂടത്തായിക്ക് ബസ് കയറി അങ്ങനെയൊക്കെ വേണം വരാൻ. ഇതെനിക്ക് മുക്കം ബസ്സാണ് കിട്ടിയത്. അപ്പോൾ മുക്കം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ലഡു വാങ്ങി. ബിക്കോസ് ഞാൻ എക്സാം പാസ്സായ കാരണം അവിടെ ലഡു കൊടുക്കണ ഒരു സമ്പ്രദായം. എക്സാം പാസ്സായ സന്തോഷത്തിൽ അങ്ങനെ എല്ലാവർക്കും ലഡു ഒക്കെ വാങ്ങിയിട്ട് ഞാൻ മുക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂടത്തായിക്കുള്ള ബസ് കയറി. അങ്ങനെ കൂടത്തായിൽ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഹോസ്റ്റലിൽ പോയി വേഗം തന്നെ ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് സാറിനൊക്കെ പോയി ലഡു കൊടുത്തു. ഇത് അവിടുത്തെ ഓഫീസാണ്. ഓഫീസിൽ വെയിറ്റ് ചെയ്തെങ്കിലും അവർ ചായ കുടിക്കാൻ പോയ കാരണം എനിക്ക് ലഡു കൊടുക്കാൻ പറ്റിയില്ല അവർക്ക്. പക്ഷെ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് കുറേ പേർക്ക് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞാൻ വേഗം വന്ന് കുളിച്ച് അപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയത്. റൂമിൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ എനിക്ക് മൂഡ് പോയി. ഇനി ഇവിടെ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഞാൻ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്ത് ആക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.